അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, പരിശുദ്ധ റമദാനിൽ ആദരവായ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മനാഖിബ്, അവിടുത്തെ മദ്ഹ് പറയുന്ന മനാഖിബ് മൗലിദ് ചുരുങ്ങിയ നിലയിൽ കുറേശ്ശെ നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ കേരളത്തിലെ സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന മൗലിദ്, മങ്കൂസ് മൗലിദിൻ്റെ ആ ഒരു ഭാഗം. വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മനാഖിബാണ്. വലിയ മഹത്വമുള്ള പണ്ഡിത മഹത്തുക്കൾ വളരെ പുണ്യമായി കണ്ട ഒരു പരിശുദ്ധമായ ഒരു അമലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, മനാഖിബ് ചൊല്ലണം എന്ന് പറഞ്ഞതിൽ നമുക്ക് മൗലിദ് ഓതിയാൽ പ്രതിഫലം കിട്ടും. ഗദ്യ പദ്യ രൂപത്തിൽ തിരുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ പ്രതിഫലം കിട്ടും. അങ്ങനെ ധാരാളം സ്വലാത്തിലൂടെ, മനാഖിബുകളിലൂടെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റും. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാവ്യക്തിത്വം നമുക്കറിയാം, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ മകനായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം കബീർ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് അൽ മഅ്ബദി എന്നാണ് അറിയപ്പെടുന്ന മഹാനവറുകൾ രചിച്ചതാണ് പരിശുദ്ധമായ നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദ്. സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ എന്ന് തുടങ്ങുന്ന ആ മൗലിദ്. ഇത് ശരിക്കും പൊന്നാനി ആസ്ഥാനമാക്കിയിട്ടാണ് മഹാനവർ ഇത് എഴുതിയത്. അപ്പോൾ നമുക്കിതിൽ കാണാം മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത്. എന്താണ് മങ്കൂസ്? അതിൻ്റെ ഒരു വാക്കർത്ഥം പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത്, കുറയ്ക്കപ്പെട്ടത് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അഥവാ ഇതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഇങ്ങനെ ഒരു അർത്ഥം ഇതിൽ വരുമ്പോൾ 2 കാരണങ്ങളാണ് ഇതിന് പറയുന്നത്. ചുരുക്കപ്പെട്ടത്, കുറയ്ക്കപ്പെട്ടത്. ഒന്ന്, ചുരുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മുത്തിൻ്റെ മനാഖിബുകൾ ധാരാളം ഉണ്ടാവും, നമുക്ക് പറയാനും നമുക്കറിയുന്നതും ധാരാളം പറയാനുണ്ടല്ലോ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാഖിബ് മൗലിദുകൾ, ആ ദീർഘമായ മൗലിദുകളെല്ലാം അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ചുരുക്കി കൊണ്ടുവന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് മങ്കൂസ്, ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥം കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു അർത്ഥം ഇതിൽ പണ്ഡിതന്മാർ പറയുന്നത്, മലബാറിൽ വലിയ വസൂരി പിടിപെട്ട് മഹാമാരി അത് പടർന്നു പിടിച്ചു, വല്ലാതെ സ്പ്രെഡായി, ജനങ്ങളൊക്കെ ഭയപ്പാടിലായി, ധാരാളം പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് സലാമത്ത് കിട്ടണമല്ലോ എന്ന് പറഞ്ഞ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവരെ സന്ദർശിക്കുമ്പോൾ മഹാനവറുകൾ ഈ ഗ്രന്ഥം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാഖിബിൻ്റെ മൗലിദിൻ്റെ ആ മദ്ഹിൻ്റെ മങ്കൂസ് മൗലിദ് എന്ന പേരിൽ രചിച്ചു. അതിൽ കുറഞ്ഞത് മങ്കൂസായി, കുറഞ്ഞുപോയി, ചുരുങ്ങി, രോഗങ്ങൾ ചുരുങ്ങി എന്ന അർത്ഥവും രോഗത്തിൻ്റെ കാഠിന്യം ചുരുങ്ങി എന്ന അർത്ഥവും ഇത് പാരായണം ചെയ്തപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ കരസ്ഥമായതുകൊണ്ട് അങ്ങനെയും ഇതിന് പണ്ഡിതന്മാർ അർത്ഥം വയ്ക്കുന്നുണ്ട്. ഏതായാലും പരിശുദ്ധമായ ഈ മങ്കൂസ് മൗലിദ് നമ്മുടെ വീടുകളിലൊക്കെ ഓതണം. ഇത് വെറുതെ രസത്തിന് പറഞ്ഞു കളയാനുള്ളതല്ല, നമ്മളിത് വേറെ ഒരു രസത്തിന് പ്രഹസനത്തിന് കൊണ്ട് നടക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ ഒരു ഹിക്കായത്തെങ്കിലും ഓതുന്ന ഒരു ദിവസം ഉണ്ടാവണം. റബീഉൽ അവ്വലിന് മാത്രം ഓതാനുള്ളതുമല്ല. ഇപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ ഇതുകൊണ്ടുള്ള പ്രധാന ഉദ്ദേശം ഇതെല്ലാ സമയത്തും ഓതണം, എല്ലാ ദിവസവും ഒരു ഹിക്കായത്തെങ്കിലും നിർബന്ധമായിട്ട് ഓതിയിട്ടുണ്ടാവണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു ഹിക്കായത്ത് അതിൻ്റെ ബൈത്തും പാടിയിട്ട് അങ്ങ് ദുആ ചെയ്താലും അൽഹംദുലില്ലാഹ് വീട്ടിൽ വലിയ ബറക്കത്ത് വന്നണയും. പറയുന്നത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ മദ്ഹ് പറയുന്നത് ആദരവായ പ്രവാചകൻ നിങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. രോഗങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇതിന് വലിയൊരു തർത്തീബുണ്ട്. ആ ചരിത്രം, ആ പരിശുദ്ധമായ മനാഖിബ് ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജനനം അതിൽ പറയുന്നുണ്ട്. അവിടുത്തെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പവിത്രമായ സ്വഭാവ ഗുണങ്ങൾ അത് നന്നായിട്ട് വർണ്ണിച്ച് അറബി കവിതകളും ഗദ്യരൂപത്തിലും ഒക്കെ ആക്കി നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. വളരെ ലളിതമായ, വളരെ സഹലായ അറബി ഭാഷയിലാണ് ഓതാൻ, നല്ല എളുപ്പമാണ്. അങ്ങനെയാണ് ഇത് രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഓതാൻ പറ്റും. സാധാരണക്കാർക്കൊക്കെ വളരെ സുന്ദരമായി ഓതാൻ പറ്റുന്ന നിലയ്ക്കാണ് ഇതിൻ്റെ തർത്തീബ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ വീടുകളിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ രോഗങ്ങൾ വരുമ്പോഴും അതുപോലെ അനുഗ്രഹങ്ങൾ വരുമ്പോഴും അനുഗ്രഹം ലഭിക്കാനും ഒരു പ്രാർത്ഥനയുടെ സമയത്ത് അൽ ഫാത്തിഹ പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മങ്കൂസ് മൗലിദ് ഓതുന്ന ഒരു പതിവ് പണ്ട് കാലത്തേ ഉണ്ട്. അതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം. അതിനാണ് ഇത് പഠിപ്പിക്കുന്നത്, പറഞ്ഞിരുന്നത്. നമ്മുടെ കൊച്ചുമക്കളിൽ ഇതിങ്ങനെ കടക്കണം അവരുടെ ഹൃദയത്തിൽ. എങ്കിലേ വഹാബിയത്തിൻ്റെ ഉത്തനാശയക്കാരുടെ തിന്മകളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് പൊന്നാര മക്കളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇതിന് മലബാർ ഏരിയയിൽ പോർച്ചുഗീസുകാരുടെ ഒരു അധിനിവേശം, അതുപോലെ തന്നെ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ആത്മീയമായിട്ട് ഈമാനിക കരുത്ത് കിട്ടാൻ വേണ്ടി മഖ്ദൂം കുടുംബം ഇതേപോലെ ധാരാളം രചനകൾ നടത്തിയതായിട്ട് കാണാൻ പറ്റും. ഇത് കേവലം ഒരു പ്രാർത്ഥന എന്നതല്ല, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഒരു സാംസ്കാരിക അടയാളമായിട്ട് അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് എന്നും ഇനി അങ്ങോട്ട് എപ്പോഴും നിലനിൽക്കേണ്ട ഒരു അമലാണ് എന്ന ഒരു ബോധം കൂടെ നമ്മളിൽ ഉണ്ടാക്കുക. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് ആരംഭിക്കുകയാണ്. അതിൻ്റെ അർത്ഥസഹിതം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.